ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൊഴിലുറപ്പ് NMS ആപ്പ് സംബന്ധിച്ച് കുറേ അപ്ഡേഷൻ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം NMS ആപ്പിൽ 2-3 അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 3.7.1, 2, 3, 4 ആയി ഇന്നലെയാണ് 3.7.4 എന്ന് പറയുന്ന വെർഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ട്. പലരും ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ ഫോട്ടോ കിട്ടില്ല എന്നൊക്കെ പറയുന്ന പല ഇഷ്യൂസും പറഞ്ഞിരുന്നു. അപ്പോൾ 3.7.4 എന്ന് പറഞ്ഞ വെർഷനിൽ അപ്ഡേഷനൊക്കെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ ഫോട്ടോ എടുക്കാനൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഉപയോഗിക്കേണ്ടത് 3.7.4 എന്ന് പറയുന്ന വെർഷനാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഇപ്പോൾ അപ്ഡേഷൻ എല്ലാ ഫോണിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ ആപ്പിൽ ലോഗിനൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരും. നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ഒന്നല്ല ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ കിട്ടാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അലോ കൊടുക്കാത്തതോ ആയ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും 3.7.4 എന്ന് പറഞ്ഞ വെർഷനിലേക്ക് മാറേണ്ടതാണ്. അപ്പോൾ പുതിയ വെർഷൻ എന്ന് പറയുന്നത് 3.7.4 എന്ന് പറയുന്ന വെർഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് മാറുക. പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വന്നിട്ടുണ്ട്. അത് ഫെബ്രുവരി 17 വരെ 20 വരെയുള്ളിടത്തോളം കൂലി വന്നിട്ടുണ്ട്. ഇനിയും ഏകദേശം മാർച്ചിലത്തതും അതായത് ഫെബ്രുവരി അവസാനം ഒരു വീക്കിൻ്റെ ഒക്കെയാണ് വരാനുള്ളത്. അപ്പോൾ തുടർച്ചയായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് പൈസ കൂലി വരുന്നതാണ്. നിങ്ങളുടെ കൂലി നിലവിൽ കിട്ടാനുള്ള കൂലി മൊത്തത്തിൽ ലഭിക്കുന്നതാണ്. ഈ മാസം 15-ൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഈ മാസമല്ല അടുത്ത മാസം 15-ൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂലി മൊത്തമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തൊഴിലുറപ്പിന് മാക്സിമം നേരത്തെ ഇറങ്ങും. അപ്പോൾ പലരും പല പ്രയാസങ്ങൾ പറയുന്നുണ്ട്. കൊത്തിയെ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും നേരത്തെ ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് കൂലി കറക്റ്റ് ടൈമിന് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ കൂലി എത്രയും പെട്ടെന്ന് ലഭ്യമാണെങ്കിൽ നിങ്ങൾ നേരത്തെ പണിക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പണിക്ക് ഇറങ്ങിയാൽ ഈ വർഷം അവസാനത്തോടു കൂടിയൊക്കെ പുതിയ എന്താ പറയുക കൂലി അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയാണ് നൽകേണ്ടത്. അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ സമയം വൈകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം നേരത്തെ പണിയെടുത്ത് 100-ലേക്ക് എത്തിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ VBG റാംജി എന്ന് പറയുന്ന പദ്ധതി ഏകദേശം അതിൻ്റെ ഡെമോ സൈറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. തൊഴിൽക്കാർഡിലൊക്കെ എന്തായാലും മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ നിലവിലുള്ള തൊഴിൽക്കാർഡൊക്കെ മാറ്റം വരാനാണ് സാധ്യത. എന്താ പറയുക, നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് പേര് തന്നെ മാറുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പദ്ധതിയിൽ മാറ്റം വരുന്നതോടുകൂടി തൊഴിൽക്കാർഡൊക്കെ മാറ്റേണ്ട സ്ഥിതി വരും. ഇനിയിപ്പോൾ നിലവിലുള്ള തൊഴിൽക്കാർഡ് ഓൾറെഡി യൂസ് ചെയ്യുന്ന എന്താ പറയുക ഇപ്പോഴത്തെ ഇതിലേക്ക് ആവുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. അത് നിലവിലാവാനാണ് സാധ്യത. നിലവിൽ ചെയ്തു വെച്ചതൊക്കെ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറുന്ന രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യുക എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പുതിയ തൊഴിൽക്കാർഡൊന്നും ചെയ്യേണ്ടി വരില്ല. നിലവിലുള്ള തൊഴിൽക്കാർഡ് തന്നെ ബുക്ക് മാത്രം മാറ്റിയാൽ മതിയാവും. തൊഴിൽക്കാർഡ് പുതുക്കി നൽകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആയിരിക്കും പുതിയ പദ്ധതിയിൽ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ അതായത് ട്രയൽ വെർഷനായിട്ട് സൈറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എന്താ പറയുക മെയ് ജൂൺ മാസത്തിൽ ആയിരിക്കാം സാധ്യത കൂടുതൽ. അപ്പോൾ മെയ് ജൂണൊക്കെ ആകുമ്പോഴും പുതിയ VBG റാംജി എന്ന് പറയുന്ന പദ്ധതി സ്റ്റാർട്ടാവുകയും അതിലുള്ള തൊഴിൽ ദിനങ്ങളും 125 തൊഴിൽ ദിനങ്ങളും ആകും. അതേപോലെ തന്നെ കൂലിയും വർദ്ധിക്കാനാണ് സാധ്യത എന്നതാണ് അറിയുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആരൊക്കെ നമ്മളെ സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ വെറുതെ ചെയ്യേണ്ട. അതിന് സ്പെഷ്യലായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നൊരു കാര്യം പറയുന്നത്. ഒരു 3 പേര് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തവർക്ക് 3 പേര് നമ്മളിതിൽ കമൻറ്റ് ചെയ്യണം. അവർക്ക് നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാക്കി തരാം. ആ വ്യക്തികൾക്ക് മാത്രം കേട്ടോ. അപ്പോൾ നിലവിൽ ആരും സബ്സ്ക്രിപ്ഷൻ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താം. നമ്മൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്താൽ മാത്രം മതി.